ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കൊണ്ട് സൊസൈറ്റിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണുള്ളത്, ഫെയിമിന് എന്തൊക്കെ ബെനിഫിറ്റ് ആണുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പുതിയൊരു ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് യൂട്ടിലിറ്റീസ്. മാർക്കറ്റിംഗ് ഇൻക്ലൂഡ്സ് all activities involved in the creation of place, time and possession utility. അപ്പം മാർക്കറ്റിംഗിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഒന്നല്ലെങ്കിൽ ഒരു പ്ലേസ് യൂട്ടിലിറ്റി, അല്ലെങ്കിൽ ടൈം യൂട്ടിലിറ്റി, അല്ലെങ്കിൽ ഒരു പൊസഷൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഈ യൂട്ടിലിറ്റി എന്ന ടേം മീൻ ചെയ്യുന്നത്? ദ ടേം യൂട്ടിലിറ്റി മീൻസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് യൂസ്ഫുൾ. അപ്പൊ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു അവസ്ഥയിലായിരിക്കുമ്പോഴാണ് അത് യൂസ്ഫുൾ ആയിട്ടുള്ളത് കസ്റ്റമേഴ്സിന്, അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു മീനിങ് ആയിട്ട് പറയുകയാണെങ്കിൽ ദി ആഡഡ് വാല്യൂ ഈസ് കോൾഡ് യൂട്ടിലിറ്റി. ഒരു പ്രോഡക്റ്റിന്മേൽ ആഡ് ചെയ്യപ്പെടുന്ന വാല്യൂവിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ വാല്യൂവിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നത് 4 ടൈപ്പ് മാർക്കറ്റിംഗ് യൂട്ടിലിറ്റി ആണ്. ഫസ്റ്റ് വൺ ഫോം യൂട്ടിലിറ്റി, സെക്കൻഡ് വൺ പ്ലേസ് യൂട്ടിലിറ്റി, തേർഡ് വൺ ടൈം യൂട്ടിലിറ്റി ആൻഡ് ഫോർത്ത് വൺ പൊസഷൻ യൂട്ടിലിറ്റി. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫോം യൂട്ടിലിറ്റി. ഫോം യൂട്ടിലിറ്റി ഓഫേഴ്സ് പ്രോഡക്ട്സ് ടു ദ കസ്റ്റമേഴ്സ് ഇൻ യൂസബിൾ ഫോം. അപ്പൊ ഫോം യൂട്ടിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സിന് ഏത് ഫോമിൽ ഈ പ്രോഡക്റ്റ് ആയിരിക്കുമ്പോഴാണ് അത് യൂസ്ഫുൾ ആയിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഫോം യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു ഫോം അല്ലെങ്കിൽ ഏതൊരു അവസ്ഥയിലായിരിക്കുമ്പോഴാണ് ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ ഫോം യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഫോം യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, toilet soap in bar form or liquid form is most convenient for the users. അപ്പോൾ ടോയ്ലറ്റ് സോപ്പ് എന്ന് പറയുന്നത് ബാർ ആയിട്ടുണ്ട്, ബാർ ഫോമിലുണ്ട്, ലിക്വിഡ് ഫോമിലുണ്ട്. അപ്പൊ ചില കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ബാർ ഫോമിലായിരിക്കും അത് യൂസ്ഫുൾ ആയിട്ടുള്ളത്, ചിലരെ സംബന്ധിച്ചത് ലിക്വിഡ് ഫോമിലാണ്. അപ്പൊ ഏത് ഫോമിലാണോ കസ്റ്റമേഴ്സിന് ഈ ടോയ്ലറ്റ് സോപ്പ് യൂസ്ഫുൾ ആയിട്ടുള്ളത്, യൂസ്ഫുൾ ആകുന്നത്, അതിനെ നമ്മൾ ഫോം യൂട്ടിലിറ്റി എന്ന് പറയും. ഏത് ഫോമിലായിരിക്കുമ്പോൾ അത് യൂസ്ഫുൾ ആണ്, അതിന് യൂസ്ഫുൾ ആണ്. ഇപ്പൊ ലിക്വിഡ് ഫോമിലാണ് ചില കസ്റ്റമേഴ്സിന് അത് യൂസ്ഫുൾ എങ്കിൽ ലിക്വിഡ് ഫോമിലായിരിക്കുന്ന ടോയ്ലറ്റ് സോപ്പിന് ഫോം യൂട്ടിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇനി ബാർ ഫോമിലാകുമ്പോഴാണ് ചിലർക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നതെങ്കിൽ ഇപ്പൊ ബാർ ഫോമിലുള്ള ടോയ്ലറ്റ് സോപ്പിനും ഫോം യൂട്ടിലിറ്റി ഉണ്ടെന്ന് പറയാം. ഈ സ്ലൈഡിൽ നമ്മൾ ഫോം യൂട്ടിലിറ്റിയുടെ മറ്റൊരു എക്സാമ്പിൾ ആണ് കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കാണാം. ഒരു ട്രീ ഉണ്ട്, പിന്നെ കുറച്ച് തടി കഷ്ണങ്ങൾ കിടപ്പുന്നുണ്ട്, മൂന്നാമത്തെ പിക്ചറിൽ ഒരു ചെയർ ആണ്. അപ്പൊ ഈ ട്രീ അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ ആദ്യത്തെ പിക്ചറിൽ കാണിക്കുന്നു, രണ്ടാമത്തെ സ്റ്റേജിൽ ആ ട്രീ മുറിച്ച് അത് വുഡായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു, അതുപോലെ തേർഡ് സ്റ്റേജിൽ ആ വുഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ടിമ്പർ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഒരു ഫർണിച്ചർ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ഈ 3 ഫോമിലും, ഇത് ഒരു ട്രീയുടെ 3 സ്റ്റേജസ് അല്ലെങ്കിൽ 3 ഫോംസ് എന്ന് പറയാം. അപ്പൊ ഈ 3 ഫോംസിലും ഇതിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈ ഫസ്റ്റ് കേസ്, ട്രീയുടെ കേസിൽ, ഇൻ ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് it has value as an object of beauty, supplies oxygen, prevents soil erosion and provides a home for animals. But ട്രീയുടെ കേസിൽ ട്രീക്കുള്ള യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് പ്രദാനം ചെയ്യുന്നു, അതുപോലെ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്ത് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നു, അതുപോലെ സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യുന്നു, അതുപോലെ പല ആനിമൽസിനും ബേർഡ്സിനും ഹോം ആയിട്ട് ട്രീ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ ട്രീനെ കട്ട് ചെയ്ത് കുറെ തടിക്കഷ്ണങ്ങളാക്കി മാറ്റി കഴിയുമ്പോൾ ഇതിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും. When a tree is cut down and used in making other products, its usefulness changes. The raw material becomes a part of a new product that has a different value. അപ്പം ഈ ട്രീ കട്ട് ചെയ്ത് അത് ടിമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതായത് പല ഫർണിച്ചർ മേക്കിങ്ങിനും റോ മെറ്റീരിയൽ ആയിട്ട് ടിമ്പർ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്, അതുപോലെ ബ്രിഡ്ജ് കൺസ്ട്രക്ഷനൊക്കെ എന്താണ് ഈ ടിമ്പർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം
ട്രീയിൽ നിന്നും അതിനെ കട്ട് ചെയ്ത് വുഡ് അല്ലെങ്കിൽ ടിമ്പർ ഫോമിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നു. ഇനി തേർഡ് സ്റ്റേറ്റിൽ പറയുന്നത് എന്താണ്? ഈ ടിമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെയർ, ഒരു ഫർണിച്ചർ എന്ന് പറയുന്നത് മേക്ക് ചെയ്യുന്നു. അപ്പൊ അതിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. Form utility takes place also when a manufacturer assembles parts into a product piece of wood assembled into furniture. അപ്പൊ ഈ വുഡ് അസംബിൾ ചെയ്ത് ഒരു ഫർണിച്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മാറും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫർണിച്ചർ തന്നിരിക്കുന്നത് ചെയർ ആണ്. അപ്പൊ ചെയറിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇരിക്കാനായിട്ട് ആൾക്കാർ ഉപയോഗിക്കും. ഇനി നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ചെയർ ഉപയോഗിക്കാം. അപ്പൊ ഇതുപോലുള്ള യൂട്ടിലിറ്റിയാണ് ഒരു ഫർണിച്ചർ ആയിരിക്കുന്ന സ്റ്റേജിൽ അതിനുള്ളത്. അപ്പൊ ട്രീ ആയിരിക്കുമ്പോൾ ഉള്ള യൂട്ടിലിറ്റി മറ്റൊന്ന്, അത് കട്ട് ചെയ്ത് വുഡ് ആക്കി കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ള യൂട്ടിലിറ്റി മറ്റൊന്ന്. ഇനി അത് ഏതെങ്കിലും ഫർണിച്ചർ ആയിട്ട്, ഈ വുഡിനെ ഏതെങ്കിലും ഫർണിച്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ള യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മറ്റൊന്ന്. അപ്പൊ ഓരോ ഫോമിലും എന്താണ്? കസ്റ്റമേഴ്സിനൊരു യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫോം യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് എക്സാമ്പിളിൽ നിന്നും നിങ്ങൾക്ക് യൂട്ടിലിറ്റി, ഫോം യൂട്ടിലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് യൂട്ടിലിറ്റി ആണ് പ്ലേസ് യൂട്ടിലിറ്റി. ഇറ്റ് ഓഫേഴ്സ് പ്രോഡക്ട്സ് അറ്റ് ദ പ്ലേസ് ഓഫ് കസ്റ്റമേഴ്സ് സോ ആസ് ടു എൻഷുർ ദ ഈസി അവൈലബിലിറ്റി. അപ്പൊ പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് എവിടെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ, ആ ലൊക്കേഷനിൽ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിന് പ്ലേസ് യൂട്ടിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് പ്ലേസ് യൂട്ടിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മേടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന് എന്തുണ്ട്? പ്ലേസ് യൂട്ടിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അതിനൊരു പിക്ചർ കൊടുത്തിരിക്കുന്നത് place utility involves having a product where customers buy it. അതായത് കസ്റ്റമേഴ്സ് എവിടെ അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിൽ ഈ പ്രോഡക്റ്റ് മേടിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു അവിടെ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണെങ്കിൽ ആ പ്രോഡക്റ്റിന് എന്തുണ്ട്? പ്ലേസ് യൂട്ടിലിറ്റി ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഹാവിങ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് വെജീസ് അറ്റ് ദി ഗ്രോസറി സ്റ്റോർ. ഒരു ഗ്രോസറി സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെജിറ്റബിൾസ് അവൈലബിൾ ആണ്, ഫ്രൂട്ട്സ് കിട്ടും, അതുപോലെ തന്നെ മറ്റ് അരി പോലെയുള്ള സാധനങ്ങളെല്ലാം, അരി അതുപോലെ ഗോതമ്പ് അതുപോലെയുള്ള പലചരക്ക് സാധനങ്ങളെല്ലാം കിട്ടും. അപ്പം ഈ ഒരു ഗ്രോസറി സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ പച്ചക്കറി കിട്ടും, പഴം കിട്ടും, അതുപോലെ മറ്റ് സാധനങ്ങളെല്ലാം കിട്ടിക്കഴിയുമ്പോൾ എന്താണ്? ആ ഒരൊറ്റ ഗ്രോസറി സ്റ്റോറിൽ ചെല്ലുന്ന വഴി ഈ ഐറ്റംസ് നമുക്കൊരു വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക്, കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആവും. അപ്പൊ അതേസമയം അങ്ങനെയല്ല, അതായത് പച്ചക്കറി മേടിക്കാൻ ഒരു കട, പിന്നെ കുറച്ച് ദൂരം മാറി ഫ്രൂട്ട്സിന് മറ്റൊരു കട, പിന്നെ കുറച്ച് മാറി അങ്ങ് നീങ്ങി കഴിയുമ്പോൾ മറ്റൊരു പലചരക്ക് കട, അവിടെ അരി അതുപോലെയുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്നു. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്ട്സ് ഒന്നും എന്ത് ഓഫർ ചെയ്യുന്നില്ല? പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഓഫർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. അതേസമയം കസ്റ്റമേഴ്സ് ഏതൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് ഉദ്ദേശിക്കുന്ന ഏരിയയിൽ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഈസി ആയിട്ട് അത് അവൈൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന് എന്തുണ്ടെന്ന് നമുക്ക് പറയാം? പ്ലേസ് യൂട്ടിലിറ്റി ഉണ്ട് എന്ന് പറയാം. അപ്പൊ ക്ലിയർ ആയി കാണൂല പ്ലേസ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് യൂട്ടിലിറ്റി ആണ് ടൈം യൂട്ടിലിറ്റി. Time utility ensures the availability of the products and services as and when required by the customers. ടൈം യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് ഏത് സമയത്താണോ പ്രോഡക്റ്റ് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ആ പ്രോഡക്റ്റിന് ടൈം യൂട്ടിലിറ്റി ഉണ്ടെന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് ATM സർവീസസ് ആർ ഓപ്പൺ ഫോർ 24 hours. അപ്പൊ നമുക്ക് എപ്പോൾ പൈസയുടെ ആവശ്യം വരുന്നോ അപ്പോൾ നമുക്ക് അടുത്തുള്ള ATM കൗണ്ടറിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ വിഡ്രോ ചെയ്യാം. ATM-ൽ പൈസ ഉണ്ടായിരിക്കണമെന്ന് മാത്രം. അതായത് നമുക്ക് എപ്പം, അതിപ്പോ രാത്രി സമയത്തായിക്കോട്ടെ, എപ്പം ഇതിന് ആവശ്യം വരുന്നോ അപ്പോൾ നമുക്ക് പൈസ എന്ന് പറയുന്നത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഇനി മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പെട്രോൾ പമ്പ്, അതും 24 hours സർവീസ് ആണ്. എപ്പോൾ നമുക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കണം തോന്നുന്നു അപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എപ്പോഴാണോ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ട് വരുന്നത്, ഏത് സമയത്താണോ ആവശ്യം വരുന്നത് ആ സമയത്ത് ആ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന് ടൈം യൂട്ടിലിറ്റി ഉണ്ട് എന്ന് പറയാം.
having a product available at a certain time of the year or a convenient time of day. അപ്പം കസ്റ്റമേഴ്സിന് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ അതിന്റെ സീസൺ ആയിട്ടുള്ള ടൈമിലൊക്കെ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണെങ്കിൽ ആ പ്രോഡക്റ്റിന് എന്തുണ്ട്, ടൈം യൂട്ടിലിറ്റി ഉണ്ടെന്ന് പറയാം. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് റീറ്റെയിലേഴ്സ് ഓഫർ ലാർജ് സപ്ലൈസ് ഓഫ് ബാഗ് പാക്സ് ഇൻ ദി ലേറ്റ് സമ്മർ നിയർ ദി ബിഗിനിങ് ഓഫ് ദി സ്കൂൾ ഇയർ. അതായത് സമ്മർ അവസാനിക്കുന്ന ഒരു മെയ് മാസത്തിന്റെ അവസാനത്തോടു കൂടിയാണ്. അപ്പം മെയ് മാസത്തിന്റെ അവസാനം ഈ ബാഗുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. കാരണം ജൂൺ മാസം സ്കൂൾ തുറക്കും, അപ്പൊ പിള്ളേർക്കെല്ലാം ബാഗ് ആവശ്യമായിട്ട് വരും. അപ്പൊ ബാഗ് ഈ മെയ് മാസത്തിന്റെ അവസാനത്തോടു കൂടിയാണ് ഈ ബാഗിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ആ ഒരു സമയത്ത് ബാഗ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന് ബാഗിന് എന്തുണ്ട്, ടൈം യൂട്ടിലിറ്റി ഉണ്ട് എന്ന് പറയാം. അപ്പൊ ടൈം യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് ഏത് സമയത്താണോ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിന് ടൈം യൂട്ടിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ടൈപ്പാണ് possession utility. It is the utility which gives the buyer the right to own and use a product or service at his own will. അപ്പൊ possession utility എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം മേടിക്കുന്നതിനോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനോ ഒരു ബയ്യർക്കുള്ള റൈറ്റ്സ് ആണ് ഒരു പ്രോഡക്റ്റിന്മേൽ ആ വ്യക്തിക്കുള്ള പൊസഷൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ആ ഒരു പ്രോഡക്റ്റ് കൈവശം വെക്കാനോ അത് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാനോ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ പ്രോഡക്റ്റിന്മേൽ പൊസഷൻ യൂട്ടിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാം. The exchange of a product for some monetary value. In the sales transaction, the customer pays with cash, check, credit cards or debit cards and takes possession of it. അപ്പൊ എന്താണ്, സെയിൽസ് ട്രാൻസാക്ഷന്റെ കേസിൽ എന്താണ്, ചിലപ്പോൾ നമ്മൾ ലിക്വിഡ് ക്യാഷ് കൊടുക്കും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിച്ച് ഒരു സാധനം മേടിക്കും. മേടിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ്, ആ സാധനത്തിന്മേൽ ഒരു ഓണർഷിപ്പ് കിട്ടുന്നു, അല്ലെങ്കിൽ ആ സാധനം ഉപയോഗിക്കാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ പൊസഷൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒരു മോണിറ്ററി വാല്യൂവിന്റെ ബേസിസിൽ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈസ കൊടുത്ത് നമ്മളൊരു സാധനം മേടിച്ചു കഴിയുമ്പോൾ ആ പ്രോഡക്റ്റിന്മേൽ നമുക്ക് എന്ത് കിട്ടുന്നു, പൊസഷൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കിട്ടുന്നു. നെക്സ്റ്റ് ടോപ്പിക് ആണ് റോൾ ഓഫ് മാർക്കറ്റിംഗ് ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ്. മാർക്കറ്റിംഗിന് എക്കണോമിക് ഡെവലപ്മെന്റിലുള്ള റോൾ എന്താണ്? ഫസ്റ്റ് വൺ ആണ് marketing increases the national income of a country through productive utilization of natural resources such as land, labor, capital and organization. അപ്പോൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്ന വഴി ഓട്ടോമാറ്റിക്കായിട്ട് ഓൺടർപ്രണോറിയൽ ആക്ടിവിറ്റീസ്, ഒരു കൺട്രിയുടെ ഓൺടർപ്രണോറിയൽ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യും. അപ്പം ആ കൺട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതുപോലുള്ള നാച്ചുറൽ റിസോഴ്സസിന്റെ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് കൂടാനായിട്ട് തുടങ്ങും. അത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രീനെ സംബന്ധിച്ച് കൺട്രിയുടെ ഇൻകം എന്ന് പറയുന്നത് കൂടും, കൺട്രിയുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാകും. അപ്പം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്ന വഴി കൺട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതി അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അത് കൺട്രീനെ സംബന്ധിച്ച് കൺട്രിയുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകും. അപ്പൊ ഇങ്ങനെ ഓൺടർപ്രണറിയൽ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്തില്ലെങ്കിൽ എന്താണ്, കൺട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് അവിടെ തന്നെ യൂട്ടിലൈസ് ചെയ്യാതെ കിടക്കും. പക്ഷേ ഈ ഓൺടർപ്രണറിയൽ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രിയുടെ ഇൻകം എന്ന് പറയുന്നത് കൂടുന്നതിന് കാരണമാകുന്നു. സെക്കൻഡ് പോയിന്റ് ആണ് മാർക്കറ്റിംഗ് പ്രൊമോട്ട്സ് ഡെവലപ്മെന്റ് ഓഫ് ബേസിക് ഇൻഡസ്ട്രീസ് ഓഫ് എ കൺട്രി സച്ച് ആസ് അഗ്രികൾച്ചർ, മൈനിങ് ആൻഡ് പ്ലാന്റേഷൻ ബൈ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദെയർ ഔട്ട്പുട്ട്സ് ടു ദി കസ്റ്റമേഴ്സ്. സെക്കൻഡ് റോൾ ആയിട്ട് പറയുന്നത് കൺട്രീനെ സംബന്ധിച്ച് കൺട്രിയിലെ ബേസിക് ഇൻഡസ്ട്രീസ്,
ഏതൊരു ഇൻഡസ്ട്രിയുടെ ബേസിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, മൈനിങ് ആൻഡ് പ്ലാന്റേഷൻ, ഈ ഇൻഡസ്ട്രീസ് ആണ് ബേസിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻഡസ്ട്രീസിന്റെ ഔട്ട്പുട്ട്സ് കസ്റ്റമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വഴി ഈ ബേസിക് ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് വഴി പ്രൊമോട്ട് ചെയ്യുന്നു. തേർഡ് വൺ ആണ് മാർക്കറ്റിംഗ് ഇൻക്രീസസ് ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിംഗ്സ് ഓഫ് ദ നേഷൻ ത്രൂ എക്സ്പോർട്ടിംഗ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. അപ്പം ഒരു കൺട്രീനെ സംബന്ധിച്ച് കൺട്രിയിൽ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പൊ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കൂടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ്, ഒരു ഫേമിനെ സംബന്ധിച്ച് ഫേമിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അപ്പം ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്ത് ചെയ്യും, നമ്മൾ പയ്യെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ എന്താണ്, കൺട്രീനെ സംബന്ധിച്ച് ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിംഗ്സിനൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ ആണ് marketing helps in the growth of industrial sectors by distributing industrial raw materials, machines, equipments and tools. അപ്പം ഇൻഡസ്ട്രീസിന്റെ റോ മെറ്റീരിയൽസ്, അതായത് ഇൻഡസ്ട്രീസിന്റെ ഔട്ട്പുട്ട് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്, മെഷീനറീസ്, എക്യുപ്മെന്റ്സ്, ടൂൾസ്, ഇതെല്ലാം മറ്റൊരു ഇൻഡസ്ട്രീസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വഴി ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് വഴി പോസിബിൾ ആകുന്നു. നെക്സ്റ്റ് വൺ ആണ് marketing earns capital for business projects through creation of demand and increase the consumption. അപ്പം പ്രോഡക്റ്റിന്റെ, ഒരു ഫേമിനെ സംബന്ധിച്ച് ഫേമിന്റെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ഒരു എക്സസ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കൺസംഷൻ ഇൻക്രീസ് ഒക്കെ ചെയ്യുന്നത് വഴി ആപ്റ്റ് ആയിട്ടുള്ള പ്രൊമോഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ച്, മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്ന വഴി ഡിമാൻഡ് ക്രിയേഷനും അതുപോലെ തന്നെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകുന്നു. അപ്പൊ അങ്ങനെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ വലിയ വലിയ ബിസിനസ് പ്രോജക്ട്സിനൊക്കെ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ലാസ്റ്റ് വൺ ആണ് increased marketing activities generate more employment opportunities which increase the purchasing power of people leading to the economic development of the country. അപ്പം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്ന വഴി എന്താണ്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ജോലി കിട്ടിക്കഴിയുമ്പോൾ എന്താണ്, ആൾക്കാർക്ക് ഇൻകം ഉണ്ടാകുന്നു. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കൺട്രീനെ സംബന്ധിച്ച് കൺട്രിക്ക് ഇൻകം, വരുമാനം എന്ന് പറയുന്നത് കൂടാനായിട്ട് തുടങ്ങും. അപ്പൊ അത് കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് കാരണമാകുന്നു. അപ്പം മേജർ ആയിട്ടുള്ള 6 കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് കേസിൽ പറയുന്നത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്ന വഴി നാച്ചുറൽ റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ കൺട്രീനെ സംബന്ധിച്ച് കൺട്രിയുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. സെക്കൻഡ് കേസിൽ പറയുന്നത് അഗ്രികൾച്ചർ, മൈനിങ്, പ്ലാന്റേഷൻ ഇതുപോലുള്ള ബേസിക് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് അതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പോസിബിൾ ആകുന്നു. എങ്ങനെ, ഈ ബേസിക് ഇൻഡസ്ട്രീസിന്റെ ഔട്ട്പുട്ട് കസ്റ്റമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വഴി ഈ ബേസിക് ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പോസിബിൾ ആകുന്നു. ഇനി തേർഡ് കേസിൽ പറയുന്നത് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് എക്സ്പോർട്ട് ചെയ്യുന്നത് വഴി, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ സഹായത്തോടു കൂടി പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് എക്സ്പോർട്ട് ചെയ്യുന്നത് വഴി കൺട്രീനെ സംബന്ധിച്ച് ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിംഗ്സിനുള്ള വഴി എന്ന് പറയുന്നത് തുറക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന്റെ ഗ്രോത്തിന് മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഒരു ഇൻഡസ്ട്രിയുടെ ഔട്ട്പുട്ട്സ് മറ്റൊരു ഇൻഡസ്ട്രീസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വഴി ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് പോസിബിൾ ആകുന്നു. നെക്സ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത് മാർക്കറ്റിംഗ് വഴി എക്സസ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കൺസംഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ വലിയ ബിസിനസ് പ്രോജക്ട്സിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് കൂടും. അപ്പൊ ആളുകൾക്ക് ഇൻകം എന്ന് പറയുന്നത് കൂടാനായിട്ട് തുടങ്ങും. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകും. അത് കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് കാരണമാകുന്നു. അപ്പൊ ഇത്രയാണ് റോൾ ഓഫ് മാർക്കറ്റിംഗ് ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഐഡന്റിഫൈ ആൻഡ് സെലക്ട് ദി ടാർഗറ്റ് മാർക്കറ്റ്. ഓൾറെഡി നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ് എന്താണ് ടാർഗറ്റ് മാർക്കറ്റ് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് സ്കോപ്പ് ആയിട്ട് പറയുന്നത് ടാർഗറ്റ് മാർക്കറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക എന്നുള്ളത്. ദിസ് ഇൻവോൾവ്സ് locating and selecting the most favorable customer group for marketing from a large population of customers.
അപ്പൊ കസ്റ്റമേഴ്സിന്റെ വലിയൊരു ഗ്രൂപ്പിൽ നിന്നും നമുക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കസ്റ്റമർ ഗ്രൂപ്പിനെ ലൊക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ identification of a target market helps firm to formulate and implement suitable marketing strategy. അപ്പൊ ഇങ്ങനെ ടാർഗറ്റ് മാർക്കറ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് വഴി അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെ അവരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനുമായിട്ട് ഒരു ഫേമിനെ സാധിക്കുന്നു. ഫസ്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് ടാർഗറ്റ് മാർക്കറ്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഗ്രൂപ്പിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ഫേമിന് സാധിക്കുന്നു. സെക്കൻഡ് സ്കോപ്പാണ് ഐഡന്റിഫൈ ആൻഡ് സെലക്ട് ദി കസ്റ്റമർ വാല്യൂ. After locating and selecting the target market, the specific needs and wants of that market are identified for the purpose of creating, communicating and delivering products and services. അപ്പൊ ടാർഗറ്റ് മാർക്കറ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ടാർഗറ്റ് മാർക്കറ്റിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ആ പ്രോഡക്ട്സ് ആൻഡ് സർവീസസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഈ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുന്നതിനും വേണ്ടി ഈ ടാർഗറ്റ് മാർക്കറ്റിലെ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മനസ്സിലാക്കുന്നു. തേർഡ് സ്കോപ്പാണ് ക്രിയേഷൻ ഓഫ് വാല്യൂ. ദ മേജർ ഏരിയാസ് ഇൻ ദിസ് സ്പേസ് ആർ പ്രോഡക്റ്റ് പ്ലാനിംഗ്, ഡിസൈനിങ്, പാക്കിംഗ്, ബ്രാൻഡിംഗ് ആൻഡ് പ്രൈസിങ്. അപ്പം തേർഡ് സ്കോപ്പ് ആയിട്ട് പറയുന്നത് വാല്യൂ ക്രിയേഷൻ. പ്രോഡക്റ്റിന്റെ അഡീഷണൽ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഈ വാല്യൂ ക്രിയേഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് പ്ലാനിങ് ആകാം, അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ഡിസൈൻ ആകാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പാക്കിംഗ് ആകാം, അല്ലെങ്കിൽ ബ്രാൻഡിങ് ആകാം, അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ പ്രൈസിങ് ആകാം. ഇപ്പൊ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് അഡീഷണൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു യൂസ്, അപ്പൊ അതായത് ഇപ്പം ഏതെങ്കിലും ഒരു ഫുഡ് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അപ്പൊ ആ ഫുഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന അതിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഭക്ഷണം എന്ന് പറയുന്നത് കഴിക്കുക അല്ലെങ്കിൽ വിശപ്പ് മാറ്റുക എന്നുള്ളതാണ് അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത്. അപ്പം അതിന് നമ്മൾ ഒരു പാക്കിംഗ് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണ്? രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, കസ്റ്റമേഴ്സിനെ ഈ പാക്കിംഗ് വഴി അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി. രണ്ടെന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റിന് ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പാക്കിംഗ് വഴി കിട്ടുന്നു. അപ്പൊ അഡീഷണൽ ആയിട്ട് കുറച്ച് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ യൂസ് എന്ന് പറയുന്നത് ഈ പാക്കിംഗ് വഴി ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ഒരു പ്രോഡക്ട്സിന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന യൂസ് അല്ലെങ്കിൽ വാല്യൂ ആണ് മാർക്കറ്റിംഗിന്റെ മൂന്നാമത്തെ സ്കോപ്പ് ആയിട്ട് പറയുന്നത്. അപ്പൊ 3 സ്കോപ്പാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ടാർഗറ്റ് മാർക്കറ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. സെക്കൻഡ് കേസിൽ ടാർഗറ്റ് മാർക്കറ്റിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അവരുടെ നീഡ്സിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അത് ഡെലിവർ ചെയ്യുന്നു. തേർഡ് പോയിന്റിൽ പറയുന്നത് പ്രോഡക്റ്റ് പ്ലാനിങ്, ഡിസൈനിങ്, അതുപോലെ പാക്കിംഗ്, ബ്രാൻഡിങ് ആൻഡ് പ്രൈസിങ്, ഇതുപോലുള്ള ഫങ്ഷൻസ് വഴി അഡീഷണൽ ആയിട്ടുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് പ്രോഡക്റ്റിന് ക്രിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഒരു സ്കോപ്പാണ്, അതായത് ഫോർത്ത് പോയിന്റ്, communicate the value. This involves product promotion strategies such as advertisement, personal selling, direct marketing and other sales promotion methods. അപ്പൊ നമ്മള് കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞു ഒരു പ്രോഡക്റ്റിന് അഡീഷണൽ ആയിട്ട് കുറെ ബെനിഫിറ്റ്സുകൾ ഉണ്ട്, അതിന് നമ്മൾ വാല്യൂ എന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പ്രോഡക്റ്റിന്മേൽ വാല്യൂസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ ഒരു ഫേമിനെ സംബന്ധിച്ച് ഈ വാല്യൂസ് എല്ലാം അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിനായിട്ട് ഒരു ഫേമിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ്. മാർക്കറ്റിംഗിന്റെ പ്രൊമോഷൻ ഫംഗ്ഷൻ, പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഒരു ഫേമിന്റെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊമോഷൻ സ്ട്രാറ്റജീസ് അഡ്വർടൈസ്മെന്റ്, പേഴ്സണൽ സെല്ലിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, അപ്പൊ അതുപോലെ സെയിൽസ് പ്രൊമോഷൻ, ഇതുപോലെയുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട്
ഈ വാല്യൂ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് മാർക്കറ്റിംഗിന്റെ അടുത്ത സ്കോപ്പ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡെലിവർ ദി വാല്യൂ. എസ്റ്റാബ്ലിഷിംഗ് ദി ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, വെയർഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ and all activities related with the flow of goods from the point of origin to the point of consumption. അപ്പോൾ ഫോർത്ത് പോയിന്റിൽ വാല്യൂവിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറഞ്ഞു. ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് ഈ വാല്യൂ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്, എവിടെയാണ് ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനിയാണ് പോയിന്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്. ആ ഒറിജിൻ തൊട്ട് ആ അൾട്ടിമേറ്റ് കൺസംഷൻ, പോയിന്റ് ഓഫ് കൺസംഷൻ, അതായത് കൺസ്യൂമേഴ്സ്, അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ആരാണോ അവരുടെ അടുത്തുള്ള ഗുഡ്സിന്റെ ഫ്ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഗുഡ്സ് എന്ന് പറയുന്നത് ഡെലിവർ ചെയ്യുന്നതിന് ഒരു ഫേമിനെ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ആണ് വെയർഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ. അപ്പൊ അത് എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വഴിയാണ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് വഴിയാണ് ഈ ഡെലിവറി എന്ന് പറയുന്നത് പോസിബിൾ ആകുന്നത്. അപ്പൊ ഈ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് നിന്നും അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന്റെ അടുത്തോട്ടാകാം, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് നിന്നും ഹോൾസെയിലറുടെ അടുത്ത്, ഹോൾസെയിലർ ടു അൾട്ടിമേറ്റ് കൺസ്യൂമർ, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ, ഹോൾസെയിലർ, റീറ്റെയിലർ ആൻഡ് കൺസ്യൂമർ. ഇതിലുള്ള ഏത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിലും ഒരു ഫേമിന് സെലക്ട് ചെയ്യാം. അപ്പം ഈ ഫേം എപ്പോഴും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൾക്ക് ആയിട്ടായിരിക്കും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ബൾക്ക് ക്വാണ്ടിറ്റി അല്ല നമ്മൾ കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ട് കൊടുക്കുന്നത്. അപ്പൊ ഒരിക്കലും ബൾക്കായിട്ട് കസ്റ്റമേഴ്സ് മേടിക്കാറില്ല. അപ്പൊ ഈ ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ സ്മോൾ ക്വാണ്ടിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എന്നിട്ട് ബാലൻസ് ഉള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് കീപ്പ് ചെയ്യണം ഫ്യൂച്ചർ പർപ്പസസിന് വേണ്ടി. അപ്പൊ അതിന് എന്ത് ആവശ്യമുണ്ട്? വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത് ആവശ്യമായിട്ട് വരും. ഇനി ഈ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വഴി അൾട്ടിമേറ്റ് കൺസ്യൂമറിന്റെ കയ്യിലോട്ട് ഗുഡ്സ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ആവശ്യമാണ്. അപ്പം നെക്സ്റ്റ് സ്കോപ്പ് ആയിട്ട് പറയുന്നത് ഫേമിനെ സംബന്ധിച്ച് ഫേമിന്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. മെയിൻറ്റെയിനിങ് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്സ് വിത്ത് ദ കസ്റ്റമേഴ്സ് ബൈ ക്ലിയർലി ഐഡന്റിഫൈങ് their expectations and giving more than what they expect. അപ്പൊ കസ്റ്റമേഴ്സുമായിട്ടൊരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മാർക്കറ്റിംഗ് വഴി സാധിക്കുന്നു. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അനാലിസിസ് വഴി കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷൻ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ്സ് അവർക്ക് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന വഴി കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്ന കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സുമായിട്ട് ആ കമ്പനിക്ക് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കസ്റ്റമറുമായിട്ട് ഒരു ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫേമിന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ലാസ്റ്റ് സ്കോപ്പ് ആണ് മാർക്കറ്റിംഗ് റിസർച്ച്. ത്രൂ മാർക്കറ്റിംഗ് റിസർച്ച് എ ഫേം identifies the target market, needs and wants of customers, develops, communicate and deliver products and services, market environment, competition and competitive advantages. അപ്പം മാർക്കറ്റിംഗ് റിസർച്ച് വഴി ഒരു ഫേമിനെ സംബന്ധിച്ച് ഏതാണ് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ടാർഗറ്റ് ഗ്രൂപ്പ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഈ ടാർഗറ്റ് ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാർഗറ്റ് ഗ്രൂപ്പിലെ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഈ നീഡ്സ് ആൻഡ് വാണ്ട്സ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും അത് കൃത്യമായിട്ട് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിനുശേഷം ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യാനായിട്ടും മാർക്കറ്റിംഗ് റിസർച്ച് വഴി സാധിക്കുന്നു. നെക്സ്റ്റ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് എൻവയോൺമെന്റ്. എങ്ങനെയാണ് ഇപ്പൊ നിലവിലെ മാർക്കറ്റ് കണ്ടീഷൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്ക് ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയുടെ സാഹചര്യത്തില് മജോറിറ്റി പ്രോഡക്റ്റിന്റെയും ഡിമാൻഡ് എന്ന് പറയുന്നത് പെട്ടെന്ന്
കുറഞ്ഞു. ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങാനുള്ള ആൾക്കാരുടെ പേടി കൊണ്ടാകാം. അപ്പൊ ഇപ്പൊ ഒരു പുതിയതായിട്ടൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒട്ടും പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പൊ നിലവിലുള്ളത്. അപ്പം ഈ മാർക്കറ്റിംഗ് റിസർച്ച് വഴി കറന്റ് മാർക്കറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എങ്ങനെയുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിനുള്ള കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രോഡക്റ്റുമായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനുള്ള കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് മാർക്കറ്റ് റിസർച്ച് വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. മാർക്കറ്റ് റിസർച്ച് വഴി ഒരു ഫേമിനെ സംബന്ധിച്ച് ഫേമിന്റെ ടാർഗറ്റ് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആ ടാർഗറ്റ് മാർക്കറ്റിലെ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിന്റെ ബേസിസിൽ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡെലിവർ ചെയ്യാനായിട്ടും സാധിക്കുന്നു. അതുപോലെ തന്നെ കറന്റ് മാർക്കറ്റ് എൻവയോൺമെന്റിന് എങ്ങനെയാണ് അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ മാർക്കറ്റിലുള്ള നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കുള്ള കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അത് വെച്ച് നമുക്ക് എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നടത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയാണ് മാർക്കറ്റ് റിസർച്ച് കൊണ്ട് ഒരു ഫേമിനുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയാം. അപ്പൊ ഈ മാർക്കറ്റ് റിസർച്ച് പോസിബിൾ ആകുന്ന മാർക്കറ്റിംഗിന്റെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പൊ ഇത്രയാണ് മാർക്കറ്റിംഗിന്റെ മെയിൻ ആയിട്ടുള്ള സ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ട ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റീവ് വാല്യൂ, പ്രമോഷൻ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് എത്തിക്കാനായിട്ട് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, അതുപോലെ തന്നെ വെയർഹൗസ്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ഇതുപോലുള്ള ആക്ടിവിറ്റീസിന്റെ ഹെൽപ്പോട് കൂടി ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആ ഫേമിൽ നിന്നും അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന്റെ അടുത്തോട്ട് ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് കസ്റ്റമേഴ്സുമായിട്ട് ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതെങ്ങനെയാണ്, കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് അതിലും അവരുടെ എക്സ്പെക്ടേഷനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സുമായിട്ടൊരു റിലേഷൻഷിപ്പ്, ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് ഫേമിനുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ച് വഴി ടാർഗറ്റ് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ടാർഗറ്റ് മാർക്കറ്റിലെ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് കസ്റ്റമേഴ്സിന്റെ നീഡ്സിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ കറന്റ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ പ്രോഡക്റ്റിനുള്ള കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് മാർക്കറ്റിംഗിന്റെ മെയിൻ ആയിട്ടുള്ള സ്കോപ്പ് എന്ന് പറയുന്നത്. ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് പ്രോസസ്. മെയിൻ ആയിട്ടും 4 പ്രോസസ്സുകളാണ് മാർക്കറ്റിംഗിലുള്ളത്. ഫസ്റ്റ് വൺ ആണ് market analysis. A detailed analysis of the market give a clear picture of the customer needs and wants, market conditions, competitors, existing products, market regulations, etc. നമ്മൾ ഓൾറെഡി മാർക്കറ്റ് റിസർച്ച് പറഞ്ഞപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മാർക്കറ്റ് റിസർച്ച് വെച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള മാർക്കറ്റ് അനാലിസിസ് വഴി നമുക്ക് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. മാർക്കറ്റിലെ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ മാർക്കറ്റ് കണ്ടീഷൻ എന്താണ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, ഈ മാർക്കറ്റിൽ എന്തൊക്കെ എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ് ആണുള്ളത്, അതുപോലെ മാർക്കറ്റ് റെഗുലേഷൻസ്, എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് മാർക്കറ്റിൽ ഉള്ളത് നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് അനാലിസിസ് വഴി കിട്ടുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് മാർക്കറ്റിംഗ് പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള മാർക്കറ്റ് അനാലിസിസ് ആണ്. അപ്പം മാർക്കറ്റിലുള്ള നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നു, അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു, മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണ്, അതുപോലെ നമ്മുടെ പ്രോഡക്റ്റിനുള്ള കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കണം. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം മാർക്കറ്റ് അനാലിസിസ് വഴി മനസ്സിലാക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, ഫോർമുലേഷൻ ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. Strategy refers to a plan of action aimed at achieving the desired goal. Formulation of adequate marketing strategies helps to select the target market and positioning the product in the target market. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുക. അപ്പൊ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിസൈഡ് ഗോൾ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി
നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, പ്ലാൻ ഓഫ് ആക്ഷനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനി ആണെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ്, സ്റ്റാർട്ടിങ് തന്നെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 lakh rupees പ്രോഫിറ്റ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓർഗനൈസേഷൻ ഗോൾ എങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിനെയല്ല, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടോ ഉദ്ദേശിക്കുന്നത് അതെല്ലാമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആ പ്ലാൻ ഓഫ് ആക്ഷൻ, നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം മുൻകൂട്ടിയുള്ള പ്ലാനാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വഴി ടാർഗറ്റ് മാർക്കറ്റിനെ സെലക്ട് ചെയ്യാൻ മാത്രമല്ല, ആ ടാർഗറ്റ് മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റിന് ഒരു കോമ്പറ്റീറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നതും കൂടി അച്ചീവ് ചെയ്യാനായിട്ട് കിട്ടുന്നു. അപ്പം ഫസ്റ്റ് മാർക്കറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള മാർക്കറ്റ് അനാലിസിസ് വഴി കോമ്പറ്റീറ്റീവ്സ് ആരൊക്കെയാണ്, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വൺസ് അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻസ് എങ്ങനെയാണ്, ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നു. സെക്കൻഡ് സ്റ്റെപ്പ്, ഈ ഇൻഫർമേഷൻ്റെ എല്ലാം ബേസിസിൽ നിന്നുകൊണ്ട് മാർക്കറ്റ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ എന്താണോ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ആക്ഷൻസ് നടത്തണം എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒപ്പം തന്നെ ഈ ടാർഗറ്റ് മാർക്കറ്റിൽ ഒരു കോമ്പറ്റീറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിന് കിട്ടും. തേർഡ് പ്രോസസ് ആണ് ഡിസിഷൻസ് റിഗാർഡിംഗ് ദി 4 P's. ഇപ്പൊ 4 P'സിനെ കുറിച്ചുള്ള ഡിസിഷൻസ് എടുക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 4 P's എന്ന് പറയുന്നത് മാർക്കറ്റിംഗിൽ മൊത്തം നമുക്ക് ഉടനീളം ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ 4 P's എന്ന് പറയുന്നത്. 4 P's എന്ന് പറയുന്നത് പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രമോഷൻ. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രമോഷൻ. In the phase, the firm arrives at serious decisions regarding the type of product to be produced or marketed, its price, distribution channels to move the product from the place of production to the place of consumers, and finally the promotional measures. അപ്പോൾ തേർഡ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു ഈ 4 P'സിനെ കുറിച്ചുള്ള ഡിസിഷൻസ് എടുക്കുന്നു നമ്മൾ. 4 P'സിൽ ഫസ്റ്റ് വൺ ആണ് പ്രോഡക്റ്റ്. എന്ത് പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യണം, അതാണ് ഫസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് P എന്ന് പറയുന്നത് പ്രൈസ്. ഈ പ്രോഡക്റ്റിന്റെ ബഡ്ജറ്റ് എത്രയാണ് അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രൈസിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രൈസ് ആണ് ഈ പ്രോഡക്റ്റിന് നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ചൊരു ഡിസിഷൻ എടുക്കുന്നു. തേർഡ് P എന്ന് പറയുന്നത് പ്ലേസ് ആണ്. പ്ലേസിനകത്ത് ഈ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തു നിന്നും അൾട്ടിമേറ്റ് കൺസ്യൂമറിന്റെ അടുത്തോട്ട് ഗുഡ്സ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നതിന് വേണ്ടി ഏത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സെലക്ട് ചെയ്യണം എന്നതിനെ കുറിച്ചൊരു ഡിസിഷൻ എടുക്കുന്നു. ഫോർത്ത് P എന്ന് പറയുന്നത് പ്രമോഷൻ ആണ്. അപ്പം എന്തൊക്കെ പ്രമോഷൻ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് എന്തൊക്കെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ്, അഡ്വർടൈസ്മെന്റ് വേണോ അല്ലെങ്കിൽ ഡയറക്റ്റ് പേഴ്സണൽ സെല്ലിംഗ് വേണോ അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ വേണോ, അപ്പൊ ഏത് പ്രൊമോഷൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ ഡിസൈഡ് ചെയ്തു. അപ്പൊ 4 P'സിനെ കുറിച്ചുള്ള ഡിസിഷൻ, ഫസ്റ്റ് എന്ത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, സെക്കൻഡ് അതിന്റെ പ്രൈസ് എത്രമാത്രം ചാർജ് ചെയ്യണം, തേർഡ് ഏത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കസ്റ്റമേഴ്സിന്റെ അടുത്തോട്ട് ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നതിന് ഏത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സെലക്ട് ചെയ്യണം, ആൻഡ് ഫോർത്ത് P ആയിട്ട് പറയുന്നത് എന്ത് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്താൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 4 P'സിനെ കുറിച്ചുള്ള ഡിസിഷൻ എടുക്കുന്നതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് സ്റ്റേജ് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ. The firm is required to closely monitor the movement of the products in the market at this stage. This is necessary to understand the strengths and weakness of the marketing efforts taken by the firm in the target market. It also helps the firm to know the deficiencies of the product, price, distribution network, and promotion measures, and take adequate steps to correct the deficiencies. ഇപ്പൊ ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ഈ
മാർക്കറ്റിലുള്ള നമ്മുടെ പ്രോഡക്റ്റിന്റെ മൂവ്മെന്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതും നമ്മൾ മോണിറ്റർ ചെയ്യുന്നു. സൂക്ഷ്മമായിട്ട് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ടാർഗറ്റ് മാർക്കറ്റിൽ നമ്മൾ എടുക്കുന്ന മാർക്കറ്റിംഗ് എഫേർട്സിന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വീക്ക്നെസ് എന്തൊക്കെയാണ്, നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ സ്ട്രെങ്ത് ഏരിയ അതുപോലെ തന്നെ വീക്ക് ഏരിയ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പം ആ സ്ട്രെങ്ത് വീക്ക്നെസ് ഡെഫിഷ്യൻസി ഉള്ളത് ഏത് ഏരിയയിലാണ്? പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണോ, അല്ലെങ്കിൽ പ്രൈസിങ്ങിലാണോ നമ്മുടെ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്തതിലാണ് നമുക്ക് അപാകത പറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന പ്രമോഷൻ മെഷേഴ്സിലാണ് നമുക്ക് ഡെഫിഷ്യൻസി എന്നുണ്ടെങ്കിൽ അത് ഏത് ഏരിയ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നെസസറി സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള 4 മാർക്കറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ 4th പ്രോസസ് ആയിട്ട് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ ആണ്. അവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യുന്നു. അതിന് മോണിറ്റർ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് എഫേർട്സിന്റെ സ്ട്രെങ്ത്സ് എന്തൊക്കെയാണ്, വീക്ക്നെസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഏത് ഏരിയയിലാണ് നമുക്ക് ഡെഫിഷ്യൻസി ഉള്ളതെന്നുള്ള മനസ്സിലാക്കും. അത് പ്രോഡക്റ്റിലാണോ, പ്രൈസിലാണോ, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിലാണോ, അല്ലെങ്കിൽ പ്രൊമോഷനിലാണോ, അപ്പൊ ഏത് ഏരിയയിലാണ് നമ്മുടെ ഡെഫിഷ്യൻസി എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അതിനുശേഷം ആ ഡെഫിഷ്യൻസി ഏരിയ കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പൊ 4 മാർക്കറ്റിംഗ് പ്രോസസ്സുകളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാർക്കറ്റ് അനാലിസിസ്, മാർക്കറ്റിനെ കുറിച്ചൊരു അനാലിസിസ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്തൊക്കെയാണ്, മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണ്, ഇതുപോലുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റേജിൽ ഈ അനാലിസിസിന്റെ ബേസിസിൽ നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ എന്താണോ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു. അതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നു. അതുവഴി നമുക്ക് ടാർഗറ്റ് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്യാനും മാർക്കറ്റിലൊരു കോമ്പറ്റേറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിന് കിട്ടുന്നു. ഈ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 4 P'സിനെ കുറിച്ചുള്ള ഡിസിഷൻസ് ആണ്. 4 P's എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. എന്ത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അതിന് എത്രമാത്രം പ്രൈസ് എന്ന് പറയുന്നത് ചാർജ് ചെയ്യണം, കസ്റ്റമേഴ്സിന് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഏത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യണം, അതുപോലെ എന്തൊക്കെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്താൽ നമുക്ക് മാക്സിമം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ 4 P'സിനെ കുറിച്ചുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നു. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ ആണ്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ പ്രോഡക്റ്റിന്റെ മൂവ്മെന്റ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ സ്ട്രെങ്ത് ഏരിയ ഏതൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണെന്നുള്ള മനസ്സിലാക്കുന്നു. അപ്പം ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് ഡെഫിഷ്യൻസീസ് ഉള്ളത്, അതായത് പ്രോഡക്റ്റിന്റെ കേസിലാണോ, അല്ലെങ്കിൽ അതിന് ചാർജ് ചെയ്ത പ്രൈസിന്റെ കേസിലാണോ, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ചാനലിന്റെ കേസിലാണോ, അല്ലെങ്കിൽ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതിലാണോ നമുക്ക് ഡെഫിഷ്യൻസി ഉള്ളത് അല്ലെങ്കിൽ വീക്ക്നെസ് ഉള്ളത്, ആ ഏരിയ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുകയും ആ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോവുകയും മാർക്കറ്റിൽ മുൻപോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് മാർക്കറ്റിംഗിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോസസ്സസ് എന്ന് പറയുന്നത്. താങ്ക് യു.